എന്താണ് ഡൊമൈൻ, എന്താണ് ഹോസ്റ്റിംഗ്, എങ്ങനെ നമുക്ക് സബ് ഹോസ്റ്റിംഗ്സ് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഹോസ്റ്റിംഗ് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം, ഇതിനെക്കുറിച്ച് ഒരു അഡ്വാൻസ് ലെവൽ ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഹായ് ഗൈസ്, എൻ്റെ പേര് രഞ്ജിത്ത്, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനർ അൺലേൺ അക്കാഡമി. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഡൊമൈൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. ജസ്റ്റ് ഒരു പേര് മാത്രമാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ google.com, facebook.com അല്ലെങ്കിൽ unlearnacademy.in ഇതെല്ലാം ഒരു ഡൊമൈൻ തന്നെയാണ്. പക്ഷെ നമുക്കൊരു സബ് ഡൊമൈൻ എന്തായിരിക്കും അപ്പോൾ? അതായത് ഈ ഡൊമൈൻ്റെ അണ്ടറിൽ വരുന്ന ഡൊമൈൻസിനെയാണ് നമ്മൾ സബ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗൂഗിളിൻ്റെ കേസ് പറഞ്ഞാൽ shop.google.com അല്ലെങ്കിൽ searchconsole.google.com, ഇല്ല അൺലേണിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ digitalmarketing.unlearnacademy.com എന്നൊക്കെ പറയുന്നതെല്ലാം സബ് ഡൊമൈൻസ് ആണ്. അതായത് ഒരു ഡൊമൈനിൻ്റെ അണ്ടറിൽ വരുന്നതാണ് നമുക്ക് സബ് ഡൊമൈൻസ് എന്ന് പറയുന്നത്. ഡൊമൈൻ നമുക്ക് എപ്പോഴും പേയ്മെൻറ്റ് കൊടുത്തേ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ബട്ട് നമുക്ക് സബ് ഡൊമൈൻസ് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം. വേറൊരു കമ്പനിയുടെ ഡൊമൈനിൻ്റെ അണ്ടറിൽ വരുന്ന ഡൊമൈൻ നമുക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ ഹോസ്റ്റിംഗ് നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റിംഗ് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, പക്ഷേ അതൊക്കെ കുറച്ച് പെയ്ഡ് ആണല്ലേ. പക്ഷെ നമുക്ക് പഠിക്കുന്ന എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി നമുക്ക് ഫ്രീ ആയിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഇൻഫിനിറ്റി ഫ്രീ. സോ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ ഇൻഫിനിറ്റി ഫ്രീ ജസ്റ്റ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ്. ഇൻഫിനിറ്റി ഫ്രീ എന്ന് പറഞ്ഞ ഒരു ഫ്രീ പ്ലാറ്റ്ഫോമാണ്. ഇതിനകത്ത് നമുക്ക് സബ് ഡൊമൈൻസ്, ഹോസ്റ്റിംഗ്, SSL എല്ലാം നമുക്ക് ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇതുപോലെ വേർഡ് പ്രസിൻ്റെ ഫുൾ ആക്സസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഇൻഫിനിറ്റി ഫ്രീ എന്നുള്ള വെബ്സൈറ്റിലോട്ട് ജസ്റ്റ് ഒന്ന് പോവാം. ഇൻഫിനിറ്റി ഫ്രീ നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ അക്കൗണ്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ യൂസർ നെയിം, പാസ്വേഡും, മെയിൽ ഐ ഡിയും എല്ലാം ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്കൊരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റും. മെയിലിലോട്ടൊക്കെ ഒരു നോട്ടിഫിക്കേഷനൊക്കെ പോകും, ഒരു വെരിഫൈ ബട്ടണൊക്കെ മെയിലിലോട്ട് പോകുന്നതായിരിക്കും. അതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് പോകാം. ഇവിടെ നമുക്ക് 3 സബ് ഡൊമൈനും അതേപോലെ തന്നെ 3 ഹോസ്റ്റിങ്ങും പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഓൾറെഡി 2 പർച്ചേസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഒരെണ്ണം കൂടെ ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യാം. സോ അതിനായി ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാണ്. ഇതിൽ കുറച്ച് ആഡ്സ് കുറച്ച് കൂടുതലായിരിക്കും, ബട്ട് സ്റ്റിൽ നമുക്കിതാ ഇവിടെ ഒരു ഹോസ്റ്റിംഗ് ഉണ്ട്, ഫ്രീ ആണ് ഇവിടെ കണ്ടിട്ടുണ്ട്, 0 rupees എന്നുള്ള രീതിയിൽ. ബാക്കിയുള്ള പെയ്ഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ബട്ട് നമുക്ക് ഫ്രീ എന്നുള്ള രീതിയിൽ നമുക്ക് ക്രിയേറ്റ് നൗ നമുക്ക് ചൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് നമുക്ക് ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. രണ്ടാമത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സബ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യാം. സബ് ഡൊമൈൻ ഞാനിപ്പോൾ അൺലേൺ അക്കാഡമി എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. നമുക്കൊരു സബ് ഡൊമൈൻ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കണം, അത് മാൻഡേറ്ററി ആണ്. ഞാൻ ഇപ്പോൾ കറൻ്റ് ഇൻഫിനിറ്റി ഫ്രീയുടെ ഒരു എക്സ്റ്റൻഷനാണ് ഞാൻ കൊടുക്കാൻ നോക്കുന്നത്, infinityfreeapp.com. അതായത് എൻ്റെ URL എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ unlearnacademy.infinityfreeapp.com. ഇതാണ് എൻ്റെ URL എന്ന് പറയുന്നത്. നമുക്ക് അവൈലബിലിറ്റി ചെക്ക് ചെയ്യാം, അതായത് ഓൾറെഡി ഇത് ആരെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഓക്കെ, ആരും പർച്ചേസ് ചെയ്തിട്ടില്ല, സ്മൂത്ത് ആണ്, കുഴപ്പമില്ല. സോ നമുക്ക് അടുത്ത് വരുന്നത് C പാനൽ, അതായത് കൺട്രോൾ പാനൽ. കൺട്രോൾ പാനൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വലിയൊരു ഫ്ലാറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കൺട്രോൾ റൂം കാണും അല്ലേ, എല്ലാ ആക്സസും കൺട്രോൾ ചെയ്യുന്ന ഒരു റൂം. ഇതേപോലെ നമ്മുടെ വെബ്സൈറ്റിന് ഒരു കൺട്രോൾ റൂം ഉണ്ട്, അതിനാണ് നമ്മൾ കൺട്രോൾ പാനൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ C പാനൽ എന്ന് നമുക്ക് പറയാം. സോ C പാനലിന് വേണ്ടി യൂസർ നെയിം, പാസ്വേഡാണ് അവർ സെറ്റ് ചെയ്യാൻ ചോദിക്കുന്നത്. ഓൾറെഡി യൂസർ നെയിം സെറ്റ് ആയിരിക്കും, നമുക്ക് പാസ്വേഡ് മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതിൻ്റെ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനാണ്. സോ പാസ്വേഡ് എപ്പോഴും സെക്യൂർഡ് ആയിരിക്കണം. അപ്പോൾ അവർ മാക്സിമം സെക്യൂർഡ് ആയിട്ടുള്ളൊരു പാസ്വേഡ് മാത്രമേ അവർ ചൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അലോക്കേറ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഞാൻ കറൻ്റ്ലി ഈ ഒരു പാസ്വേഡ് വെച്ച് തന്നെയാണ് ഞാൻ പോകാൻ നോക്കുന്നത്. ഞാൻ അപ്രൂവ് കൊടുക്കാം. നിങ്ങൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, പക്ഷേ നല്ല സെക്യൂർഡ് പാസ്വേഡ് തന്നെ നിങ്ങളവിടെ ചൂസ് ചെയ്യേണ്ടി വരും. സോ അതിനുശേഷം ഞാൻ ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യണം. ഇത്രയുള്ള പ്രോസസ്സ്. നമ്മൾ സബ് ഡൊമൈൻ പർച്ചേസ് ചെയ്തു, അതേപോലെ തന്നെ ഹോസ്റ്റിംഗും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പാസ്വേഡൊക്കെ സേവ് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കറൻ്റ് സേവ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യണം. സോ നമ്മൾ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഭയങ്കര ഈസി സ്റ്റെപ്സ് ആണല്ലേ. സോ നമുക്ക് അടുത്ത കൺട്രോൾ പാനലിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഫിനിഷ് ബട്ടൺ അവിടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കൺട്രോൾ പാനൽ ചൂസ് ചെയ്യാം, ഇല്ല നമുക്ക് ഡയറക്റ്റ്ലി കൺട്രോൾ പാനലിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാണ് നമ്മളെ കൺട്രോൾ പാനൽ എന്ന് പറയുന്നത്. നമ്മളെ ഡൊമൈൻ എന്താണെന്നുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഫുൾ ആക്സസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. കൺട്രോൾ പാനലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നമ്മൾ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാം. വേർഡ് പ്രസ്സിലായിരിക്കും നമ്മളെ വെബ്സൈറ്റ് ഫുൾ ചെയ്യാൻ പോകുന്നത്. എന്തിനാണ് നമ്മൾ വേർഡ് പ്രസ് യൂസ് ചെയ്യുന്നത്? വേറെ നമ്മൾ കോഡിങ്, വിക്സ് എന്നൊക്കെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ വൈ വി ഡിപ്പെൻഡ് ഓൺ വേർഡ് പ്രസ്? കാരണം നമ്മളിപ്പോൾ കോഡിങ് വഴി നിങ്ങൾക്ക് കൊണ്ട് കോഡിങ് എക്സ്പീരിയൻസ് ഇല്ല, നിങ്ങൾ കോഡിങ്ങിൽ ഭയങ്കര ബാക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് കുറച്ചും കൂടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് വേർഡ് പ്രസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ ഒരുപാട് ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് വെബ്സൈറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് സ്ക്രാച്ച് ചെയ്ത് വേണമെങ്കിൽ വെബ്സൈറ്റ് ചെയ്യാം. കസ്റ്റമൈസ്ഡ് വെബ്സൈറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നിനും നമുക്ക് കോഡിങ്ങിൻ്റെ ആവശ്യമില്ല, നമുക്ക് കുറച്ച് പ്ലഗിൻസ് യൂസ് ചെയ്ത് നമുക്ക് നല്ലൊരു കിട്ടില്ല വെബ്സൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ പ്ലഗിൻസ് എന്ന് പറയുന്നത്?
നമ്മുടെ ഫോണിലൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഇല്ലേ, ഓരോ ആപ്ലിക്കേഷൻ ഓരോ രീതിയിലായിരിക്കും വർക്ക് ആവുന്നത്. ലൈക്ക് ഇപ്പോൾ ഫോണിന് വേണ്ടിയിട്ട് നമുക്ക് ഫോൺ ഫൈൻഡർ എന്നുള്ള ഒരുപാട് പ്ലഗിൻസ് അല്ലെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറോ അല്ല ആപ്പ് സ്റ്റോറോ നമുക്ക് അവൈലബിൾ ആണ്. ഇതുപോലെ വെബ്സൈറ്റിൽ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, പക്ഷേ വെബ്സൈറ്റിൽ പറയുമ്പോഴത്തേക്ക് ആപ്സ് എന്നായിരിക്കില്ല പറയാൻ പോകുന്നത്, അതിന് പകരം പ്ലഗിൻസ് എന്നായിരിക്കും പറയാൻ പോകുന്നത്. ഓരോ പ്ലഗിൻസ് ഓരോ രീതിയിലായിരിക്കും വർക്ക് ആകാൻ പോകുന്നത്. എത്രമാത്രം പ്ലഗിൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു അത്രമാത്രം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, ബട്ട് അതുപോലെ നമുക്ക് സ്ലോ ആവുകയും ചെയ്യും. ഇപ്പോൾ ഫോണിലൊക്കെ നമുക്ക് ഒരുപാട് പ്ലഗിൻസ് അല്ലെങ്കിൽ ഒരുപാട് ആപ്സ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ കുറച്ച് സ്ലോ ആവും. ഇതുപോലെ തന്നെയായിരിക്കും വെബ്സൈറ്റിലും കേസ്. ഒരുപാട് പ്ലഗിൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റ് സ്ലോ ആവും. സോ നമുക്ക് കുറച്ച് ലിമിറ്റഡ് പ്ലഗിൻസിൽ നല്ല രീതിയിൽ നമുക്ക് വെബ്സൈറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേർഡ് പ്രസ് വേണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് അപ്രൂവ് കൊടുത്തു. നമ്മൾ നേരെ പോകാൻ പോകുന്നത് cPanel എന്നുള്ള പേജിലോട്ടാണ്. സോ ഇതാണ് നമ്മുടെ cPanel. ഇപ്പം നമ്മൾ താഴോട്ട് പോകുമ്പോഴത്തേക്കും നമുക്കൊരു ആപ്പ് ഇൻസ്റ്റാളർ നമുക്കവിടെ കാണാൻ പറ്റും. സോ ഇതാണ് ആപ്പ് ഇൻസ്റ്റാളറിൻ്റെ പേര് എന്നത്. ജസ്റ്റ് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാളറാണ് നമുക്ക് വേർഡ് പ്രസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റ്ലി തന്നെ കാണാൻ പറ്റും ഇവിടെ ഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ. അവിടെ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാം. സോ ആദ്യം നമ്മളിവിടെ മേജറായിട്ട് കൊടുക്കേണ്ട 2 കാര്യമാണ്. ഒന്നെന്ന് പറയുന്നത് യൂസർ നെയിമും ഒന്നെന്ന് പറയുന്നത് പാസ്വേഡും. സോ ഈ 2 കാര്യം മാൻഡേറ്ററി ആണ്. യൂസർ നെയിം ആയിട്ട് ഞാൻ ഇപ്പോൾ കറൻ്റ്ലി അഡ്മിൻ എന്നുള്ളതാണ് കൊടുക്കുന്നത്. പാസ്വേഡ് ഞാൻ ഇപ്പോൾ കറൻ്റ്ലി അഡ്മിൻ ആണ് കൊടുക്കുന്നത്. സെക്യൂർഡ് പാസ്വേഡ് യൂസർ നെയിം തന്നെ കൊടുക്കണം. ഇപ്പോൾ കറൻ്റ്ലി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ഒരു ഫേക്ക് പേരാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സിമ്പിൾ യൂസർ നെയിമും സിമ്പിൾ പാസ്വേഡാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ചുകൂടെ താഴോട്ട് പോയതിന് ശേഷം ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. സോ നമ്മൾ ഇൻസ്റ്റാളിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും വരാൻ പോകുന്നത്. നമുക്കവിടെ അഡ്മിൻ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾക്ക് അഥവാ ഇങ്ങനത്തെ ഓപ്ഷൻ കണ്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും cPanelലോട്ട് വരിക. cPanelലോട്ട് വന്നതിന് ശേഷം വീണ്ടും ഇൻസ്റ്റാളറിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാളറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഇൻസ്റ്റാൾഡ് എന്നുള്ള രീതിയിൽ ഓപ്ഷൻ കാണാൻ പറ്റും. അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇൻസ്റ്റാൾഡ് എന്നുള്ള കുഞ്ഞ് ഐക്കൺ മോളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ പേജിലോട്ട് നിങ്ങൾക്ക് റീഡയറക്റ്റ് ചെയ്ത് എത്താൻ പറ്റും. സോ ഇതിൽ നിങ്ങൾക്ക് ലോഗിൻ ആസ് അഡ്മിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ റീഡയറക്റ്റ് ആകാൻ പോകുന്നത് വേർഡ് പ്രസ്സിലോട്ടാണ്. സോ വേർഡ് പ്രസ് ഓൾറെഡി നമുക്കറിയാം ഒരു പ്ലാറ്റ്ഫോമാണ് വെബ്സൈറ്റ് ഫുൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഇതിനെപ്പറ്റി എങ്ങനെയൊക്കെ നമുക്കൊരു വെബ്സൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം, എന്തൊക്കെ പ്ലഗിൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്, ഇതിനകത്ത് അപ്പിയറൻസ്, തീം എന്താണ്, ടെംപ്ലേറ്റ് എന്താണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇങ്ങനെ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ നമുക്ക് എങ്ങനെ ഒരു സ്ക്രാച്ച് ചെയ്യുന്ന ഒരു നല്ലൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് പേജസ് ഒക്കെ ബിൽഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്കമിങ് ടോപ്പിക്സിൽ വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ എങ്ങനെ നമുക്കൊരു ഫ്രീ ആയിട്ടൊരു സബ് ഡൊമൈനും അതേപോലെ തന്നെ ഹോസ്റ്റിങ്ങും പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന്. ഈ ഒരു രീതി നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ബട്ട് ഒരിക്കലും ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്യൽ. കാരണം ഇത് കുറച്ച് നല്ല സ്ലോ ആയിരിക്കും വെബ്സൈറ്റ്. അപ്പോൾ ബിസിനസ് വെബ്സൈറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള വെബ്സൈറ്റിനെ മാൻഡേറ്ററി ആണ്. അവിടെയൊക്കെ നിങ്ങൾ ഹോസ്റ്റിങ്ങോ അല്ലെങ്കിൽ ഗോഡാഡി എന്നൊക്കെ പോയി തന്നെ പർച്ചേസ് ചെയ്യേണ്ടി വരും. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. നല്ല രീതിയിലുള്ള റിസൾട്ട്, നല്ല രീതിയിലൊരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പോർട്ട്ഫോളിയോയ്ക്ക് വേണമെങ്കിലും നിങ്ങൾക്കത് യൂസ് ചെയ്യാം. നല്ല രീതിയിലൊക്കെ കസ്റ്റമൈസ് ചെയ്യാനുള്ള എല്ലാ ഫീച്ചേഴ്സ്, നോർമലി ഒരു പ്രീമിയം ഹോസ്റ്റിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വേർഡ് പ്രസ് ചെയ്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ് വരുന്നത്. മേജർ ആയിട്ടുള്ള ടോപ്പിക് നമ്മൾ അടുത്ത സെക്ഷനിലും വരുന്നുണ്ട്. അപ്പോൾ അടുത്ത സെക്ഷൻ കാണാതിരിക്കാൻ മറക്കല്ലേ. സൈനിങ് ഓഫ്, രഞ്ജിത്ത് ജിയ ഫ്രം അൺലേൺ അക്കാഡമി. ബൈ.